വയനാട്ടിലെ കാട്ടാന വിഷയത്തിൽ ഉന്നതതല യോഗം ചേർന്ന വനംവകുപ്പ് വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉടനടി ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമായി. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനകളുടെ കണക്ക് ലഭ്യമല്ലെന്ന് മാർക്കാട് വീഴ്ച പറ്റിയതെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം തൃശൂർ മലക്കപ്പാറയിലും കാട്ടാന ആക്രമണം. കാട്ടാന സ്വകാര്യ റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. ഇവരുകളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമായും എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത്? വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? ഒപ്പം മലക്കപ്പാറയിലെ കാട്ടാനാക്രമണത്തിന്റെ വിശദാംശങ്ങൾ കൂടി. കെ.പി. വയനാട്ടിലെ ആനയെ പിടികൂടാനുള്ള ദൗത്യസംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയ മന്ത്രി അതേസമയം തന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ച എത്ര ആനകളുണ്ടെന്നതിനെ പറ്റിയിട്ട് കൂടുതലായും വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക വനം വകുപ്പ് കൃത്യമായ വിവരങ്ങളൊന്നും തങ്ങളോട് പങ്കുവയ്ക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കർണാടക വനം വകുപ്പിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും മന്ത്രിയും ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കർണാടക വനംവകുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ കൃത്യമായും വിവരങ്ങൾ നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ തന്നെ മലക്കം മറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ വനംവകുപ്പും വനം മന്ത്രിയും ഉൾപ്പെടെ കർണാടകയ്ക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി കൂടെ രൂപീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. 15-ാം തീയതിക്കുള്ളിൽ ഇത്തരം ഒരു കമ്മിറ്റി നിലവിൽ വരും. അതിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക. ആർക്കാണ് വീഴ്ച പറ്റിയതെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിലാണ് ഉണ്ടാവുക. ഇന്ന് നടന്ന ഈ ഉന്നതതല യോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രനും അതുപോലെ തന്നെ മറ്റ് വൈൽഡ് ലൈഫ് ചീഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അതോടൊപ്പം മന്ത്രി കെ രാധാകൃഷ്ണൻ പങ്കെടുത്തിരുന്നു. ഇതിൽ കൃത്യമായ വിലയിരുത്തലുണ്ടായി. അതിൽ തന്നെ ഈ വീഴ്ച പറ്റിയത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടുള്ള ചർച്ച ഉണ്ടായില്ല. അതിൽ തന്നെ ഇനി എങ്ങനെ ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളെയൊക്കെ തടയാമെന്നതിനെ കുറിച്ചുള്ള ചർച്ച. അതിൽ വയനാട്ടിലെ 3 വനം ഡിവിഷനുകളിലെ അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് 3ഇടത്തും ഒരു സ്പെഷ്യൽ സെല്ല് രൂപീകരിച്ചുകൊണ്ട് അവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കാമെന്നുള്ള ഒരു തീരുമാനം എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൗത്യ സംഘത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നുള്ള കാര്യങ്ങളൂടെ തീരുമാനിക്കുന്നുണ്ട്. ഉന്നതതല യോഗം ചേർന്ന് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്ന തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയത്. പക്ഷേ എത്രനാൾ ഈ പരിശോധന തുടരും, ഏത് തരത്തിലായിരിക്കും ഇതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ തൃശൂർ മലക്കപ്പാറയിലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.